സ്റ്റാർ മാജിക്കിൽ ഏതൊരു ഗസ്റ്റ് വന്നാലും അവരുടെ ഒരു റുട്ടീൻ ചോദിക്കാന്നുള്ളത് എനിക്ക് നിർബന്ധം. നമ്മുടെ നായരമ്പലം വീട്ടില് നമ്മുടെ അച്ഛന്റെ അമ്മയുടെ ഒക്കെ പാമ്പറിംഗ് ഒക്കെ കിട്ടി. അതിനുശേഷം ഇൻഡിവിജ്വലി നമ്മൾ റെന്റിനൊക്കെ എടുത്ത് കൊച്ചിയിൽ വന്ന് സെറ്റിൽ ചെയ്തപ്പോൾ ലൈഫിൽ എന്തൊക്കെ മാറ്റം വന്നു? റുട്ടീൻ മാറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ. മാറ്റങ്ങൾ കുറെ ഉണ്ട്. ഏറ്റവും വലിയ മാറ്റം തനിയെ കുക്ക് ചെയ്ത് കഴിക്കാന്നുള്ളത്. കഴിക്കുന്നുണ്ടോ? ഓ പിന്നെ അടിപൊളിയായിട്ട് കഴിക്കാൻ മാത്രല്ല വീട്ടിലെ ഫ്രണ്ട്സിനെയും അപ്പേനെ അമ്മേനൊക്കെ വിളിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി. കഴിച്ചിട്ട് എന്ത് പറഞ്ഞു? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. എഴുതി തന്നു. ഇല്ല, അമ്മയുടെ ഫുഡ് വെട്ടിക്കാൻ പറ്റില്ല. ഭയങ്കര കൈപ്പുണ്യം. അയ്യോ രക്ഷയില്ല. അതായിട്ട് കമ്പീറ്റ് ചെയ്യാനേ പറ്റില്ല. അച്ഛന്റെ ഭാഗ്യല്ലേ. അനു അവിടെ നിന്ന് എറണാകുളത്ത് വന്നപ്പോ മാറ്റമല്ല സംഭവിച്ചത്, തനി മാട്ടയായി മാറി എന്നാണ് മറ്റൊരു സത്യം. ചേട്ടാ അവിടെ നിന്ന് വന്നപ്പോ മാറ്റമല്ല സംഭവിച്ചു, ഭയങ്കര നാറ്റമായിരുന്നു. അതിന് പറ്റിയൊരു മ്യൂസിക് ഉണ്ട്. ഹലോ ഗസ്റ്റേ, നമ്മുടെ അനുവിന്റെ കുട്ടിത്തം എങ്ങനെയുണ്ട്? ഇപ്പൊ ശരിക്കും ആരാണ് കുട്ടിത്തം? ഈ മുതുക്കം കടന്ന് കാണിക്കുന്ന കോമ്പറ്റീഷൻ ഇവിടെ. കുട്ടിത്തത്തിന്റെ കോമ്പറ്റീഷന് ചിലപ്പോ ഇവിടെ ടൈ ആയിരിക്കും. ടർക്കി കൊണ്ടാണ് നമ്മളൊരു ഗെയിമിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റാർ മാജിക്കിൽ നമ്മൾ ഇനി പോവാൻ പോണ ഗെയിമിന്റെ പേരാണ് മൂവിംഗ് ഓൺ ടു ദി ഗെയിം ആൻഡ് ദാറ്റ് ഈസ് ടർക്കി പർക്കി. ശരി, അപ്പോ ടർക്കി പർക്കി എന്ന് പറഞ്ഞ ഒരു ഗെയിം എങ്ങനെ കളിക്കണമെന്നുള്ളത് പറഞ്ഞുതരാം. രണ്ട് ടീം ഒരുമിച്ചായിരിക്കും ഗെയിം കളിക്കേണ്ടായിരിക്കുക. ഒരു ടീമിൽ നിന്ന് ഒരാൾ വരുന്നു. ഒരാൾ വന്നതിന് ശേഷം നമ്മൾ ഇവിടെ കുറച്ച് ബോൾ വെച്ചിട്ടുണ്ടല്ലോ. ഈ ബോൾ നമ്മൾ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുവേ. അത് മോളിൽ പോയി തിരിച്ചു വരുന്ന സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ടർക്കി നമ്മൾ പറക്കണം. ഓക്കെ, അപ്പൊ ടർക്കി പറക്കി എന്നിട്ട് പറക്കിയിട്ട് ഇവിടെ ഇടണം. ഓക്കെ, അതാണ് ടാസ്ക് എന്ന് പറഞ്ഞത്. ബോൾ തിരിച്ചു വരുന്നതിന് മുമ്പ്. ഓക്കെ, സപ്പോസ് അതെങ്ങാനും മിസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ബോൾ നിങ്ങൾക്ക് ഇത് എടുത്തുകൊണ്ടിരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് പിടിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ടർക്കി വെച്ചിട്ട് നിങ്ങൾ റിപ്പീറ്റ് ഗെയിം കളിക്കണം. ഏറ്റവും കൂടുതൽ കറക്റ്റ് ആയിട്ട് ടർക്കീസ് കളക്ട് ചെയ്യുന്ന ടീമായിരിക്കും ജയിക്കാൻ പോണേ. അപ്പൊ ടർക്കി നന്നായിട്ട് പെറുക്കി എടുക്കണം. ഓക്കെ, ഫസ്റ്റ് റൗണ്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ വലിയ കൈഡി ടു അനു ആൻഡ് തങ്കു. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. Very good, Tangu. Very good. So beautiful. എടാ തങ്കച്ചാ, നിന്റെ പാന്റ് ശ്രദ്ധിക്ക, ഇല്ലെങ്കിൽ 28 കെട്ടിയത് ഞങ്ങൾ കാണേണ്ടി വരും. ഏറ്റവും ആദ്യം ആ ലാസ്റ്റ് വൺ എടുക്കുന്ന മെമ്പർ ആയിരിക്കും ജയിക്കാൻ പോകുന്നത്. ഇതന്നെ തങ്കച്ചൻ കച്ചവടത്തിന് വേണം. 2 ടർക്കിയൊക്കെ ഉണ്ടല്ലോ. അവസരം കളഞ്ഞറിയുമ്പം അത് തന്നെ ഓടി വാടിയേ. ടർക്കി തങ്കു കയ്യിൽ വെക്കുക. ഇപ്പൊ നമ്മള് കറക്റ്റ് ആണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഇല്ല, നടക്കില്ലടാ. ഓടും. വരുമ്പോ തന്നെ അനുവിന്റെ അയ്യോ ഓടിവാടിയേ. അതെടുക്കാലോ. എടുക്കാം. ഓക്കെ,
കുറച്ച് നമ്മൾ ബ്രില്യൻസ് യൂസ് ചെയ്യായിരുന്നു. അതിൽ തങ്കു ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ അത് കറക്റ്റ് ആയിട്ട് എറിയാണ് ചെയ്തത്. അനു കുറെ തവണ ലൈക്ക് ജയിക്കേണ്ടതായിരുന്നു, കറക്റ്റ് കയ്യിൽ വരും ബോൾ ചാടി. കള്ളക്കളി അനുവദിച്ചില്ല. ആഹാ, വെള്ളം വേണോ? പ്ലീസ്. വാട്ടർ വാട്ടർ വാട്ടർ. എന്താന്നറിയോ, ചില കൂടോത്തരങ്ങൾ വരും, അതുകൊണ്ടാണ്. ടേസ്റ്റ് ഉണ്ടോ തങ്കു? ഈ വെള്ളത്തിന് ഇത്ര രുചിയുണ്ടെന്ന് ഞാനിപ്പോഴാണ് അറിയുന്നത്. ആണാ കൊച്ച് ഇപ്പൊ ഈ വെള്ളം പാചകം ചെയ്തുണ്ടാക്കിയതല്ല. ഇതിനകത്ത് കിടന്ന് കിടക്കാം. പോ. വെള്ളം തന്നാ വാങ്ങിച്ചു കുടിക്കരുത്. തങ്കച്ചാ ശുദ്ര കൂടോത്തരമാണ്. തോറ്റവർക്ക് വോയിസ് ഇല്ല. അത് വാച്ചല്ലടാ തങ്കച്ചാ, വെള്ളോടാ. സൂസ് നിർത്തിയപ്പോ നമ്മളെ തോളിക്കാടാൻ പറയുന്നത്. ഇതെന്താണെന്നറിയാം, ഞാൻ കൊടുക്കാതിരിക്കുമ്പോ തങ്കച്ച വെള്ളം തന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് കമന്റുകൾ വരാൻ നമ്മളെ സന്തോഷത്തോടെ കൂടി. അതെ, കാരണം അവക്കറിയാം അതിന്റെ കളികളൊക്കെ. അങ്ങനെ തങ്കച്ചാടൻ കുടിച്ചതിന്റെ ബാക്കി കുടിക്കാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായി. അതെന്തൊരു എന്തായാലും ഈ ഒരു റൗണ്ട് കഴിയുമ്പോ ഇതിൽ ജയിച്ചിട്ടുള്ളത് തങ്കു ആൻഡ് ടീം വിത്ത് 1 പോയിന്റ്. ഓക്കെ, അന്ന എങ്ങനെയുണ്ടായിരുന്നു? നല്ല പണിയുള്ള പണിയാണെന്ന് മനസ്സിലായി. ഇത് ഗെയിം അല്ല, പണി കൊടുത്തതാന്ന് തോന്നുന്നു രണ്ടുപേർക്കും. സിമ്പിൾ. ബിനുചേട്ടൻ ചോദിക്കാ കുട്ടിക്കാലത്ത് ഏതൊക്കെ ഗെയിമാ കളിച്ചിട്ടുള്ളതെന്ന്. നമ്മള് പറമ്പില് ക്രിക്കറ്റ് കളിക്കായിരുന്നു. എന്റെ അമ്മ, ആൺകുട്ടി ജനിക്കുന്നു.